ഇന്നീ കാര്യത്തിൽ തീരുമാനമാകാതെ ഞങ്ങൾ ഈ അങ്കണം വിട്ട് ഒരടി പുറകോട്ട് പോകില്ല എന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുക. നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ആരെയൊക്കെ വിളിച്ചു വരുത്താൻ കഴിയുമോ അവരെയൊക്കെ വിളിച്ചു പറ്റണം. ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇന്ന് തിരികെ പോകണമെങ്കിൽ സ്വാഭാവികമായും ഈ ഫീസ് ഇനത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ. പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഞങ്ങൾ ഇന്ത്യയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ബി അശോകിന് അറിയാഞ്ഞിട്ടല്ല എന്ന് നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ബി അശോകിന് അറിയാതിരിക്കില്ല. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഇന്ത്യയിലെമ്പാടും കന്യാകുമാരി വരെ ഈ നാട്ടിലെ കശ്മീർ വരെയുള്ള SFIയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നറിയാത്ത ആളുടെ പേരല്ല ബി അശോക്. പക്ഷേ ആക്ഷേപവും ഹാസ്യവും കൊണ്ട് ഈ തെറ്റായ ചെയ്തിയെ ന്യായീകരിക്കാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ കരുതുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതറ്റം വരെയും പോയി ഈ ഫീസ് വർധനവ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുറച്ചേ മതിയാകോ അതുവരെയാണ് ഞങ്ങളുടെ സമരം. ഇവിടെ പോലീസ് വന്ന ഉടനെ ഞങ്ങളോട് ചില രൂപത്തിൽ പെരുമാറുന്നത് കണ്ടു. ഉടനെ ജലപീരങ്കി ഉപയോഗിക്കുന്നു, മറ്റ് തിരക്കുകൾ ഉണ്ടാവും. പക്ഷേ പോലീസിനോടും ഞങ്ങളെ ശ്രമിക്കുന്ന ഈ സർവകലാശാലയുടെ ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത്, ഇന്നീ കാര്യത്തിൽ തീരുമാനമാകാതെ ഞങ്ങൾ ഈ അങ്കണം വിട്ട് ഒരടി പുറകോട്ട് പോകില്ല എന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുക. നിങ്ങൾ ഈ കാര്യത്തിൽ എന്ത് ചെയ്താലും പ്രശ്നമില്ല. ആരെയൊക്കെ വിളിച്ചു വരുത്താൻ കഴിയുമോ അവരെയൊക്കെ വിളിച്ചു പറ്റണം. ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇന്ന് തിരികെ പോകണമെങ്കിൽ സ്വാഭാവികമായും ഈ ഫീസ് ഇനത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായേ പറ്റൂ. അതിലൊരു ഇഞ്ച് പുറകോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറേ അല്ല. ഇവിടെ വെള്ളയാണി ക്യാമ്പസിൽ നിന്ന് 7ഓളം വരുന്ന വിദ്യാർത്ഥികൾ TC വാങ്ങി പോവുകയാണ്. ഞങ്ങൾ ഈ മാർച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരു പിതാവാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിയുടെ പിതാവാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത്, നല്ല കാര്യമാണ് മക്കളെ, നിങ്ങളെങ്കിലും ഇത് ചെയ്യുമല്ലോ എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ എവിടെയൊക്കെയോ കുഴിച്ചു മൂടാമെന്ന് കരുതി ചിലർ ഈ കേരളത്തിൽ സമരാഭാസങ്ങൾ നടത്തുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥി പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്യുകയാണ്. 1970 രൂപീകരിക്കപ്പെട്ട് 75 അടിയന്തരാവസ്ഥയിൽ കുഴിച്ചു മൂടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ഇന്നലെ പോന്ന ചിലർ വന്ന് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് വെല്ലുവിളിക്കുന്നവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഉത്തരങ്ങൾ ക്യാമ്പസിൽ നൽകിയിട്ടുണ്ട്, തെരുവിൽ നൽകിയിട്ടുണ്ട്. ഇനിയും ഉത്തരം ചോദിച്ചിങ്ങോട്ടേക്ക് വന്നാൽ കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ വിദ്യാർത്ഥികൾ വലിച്ചെറിഞ്ഞതുപോലെ പേരിനൊരാൾ പോലും ഇല്ലാത്ത വിധത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രീയ നിലപാട് ഉയർത്തുന്നില്ല എന്ന ചോദ്യം നേരിട്ട് ഇല്ലാത്തതുപോലെ ഉപ്പുവെച്ച കലം പോലെ മാറിപ്പോയതിന്റെ യഥാർത്ഥ ഉദാഹരണങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നാടകങ്ങളോ ആക്ഷേപഹാസ്യങ്ങളോ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് നേരെ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ഫീസ് കുറയണം. ഈ സർവകലാശാല സർക്കാർ സർവകലാശാലയാണ്. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ വാങ്ങുന്ന ഫീസൊന്നും കുട്ടികളിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. ഇത് പൂർണ്ണമായും ഉണ്ടാക്കിയുള്ളത് സർക്കാരിൻ്റെ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്നാണ്. ആ നികുതി പണം സ്വാഭാവികമായും അവരിലേക്ക് തിരികെ ചെലവഴിക്കുമ്പോൾ അവർ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തി ഈ നാടിന് കൊടുക്കുന്ന സംഭാവനയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണ.